Hi everyone, I am Anita, certified yoga trainer from Ujjain Yoga Studio. നമ്മുടെ തൈറോയ്ഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന യോഗ പരിശീലിച്ചു തുടങ്ങുന്നവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന 5 ആസനാസ് ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ മുൻവശത്ത് ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കാതെ വരുന്ന അവസ്ഥയാണ് തൈറോയ്ഡ് ഡിസോർഡർ. സ്ട്രെസ് കുറയ്ക്കുന്നതും ദിവസേനയുള്ള വ്യായാമവും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണക്രമങ്ങളും ഹെൽത്തി തൈറോയ്ഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത്യാവശ്യമാണ്. നമ്മുടെ കഴുത്തിനെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കഴുത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി സ്ട്രെസ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ആസനാസ് എങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് നോക്കാം. മാർജരാസന ചെയ്യുന്നതിനായി വജ്രാസനയിൽ ഇരിക്കുക. 2 കൈകളും 2 കാൽമുട്ടുകളും കുത്തി 4 കാലിലേക്ക് നിൽക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നട്ടെല്ലിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കി തല മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് നട്ടെല്ല് മുകളിലേക്ക് ഉയർത്തി തല താഴ്ത്തി വയ്ക്കുക. ഇത് പലതവണ ആവർത്തിക്കുക. മാർജരാസന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് മോഷൻ മൂലം തൈറോയ്ഡ് ഫങ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇത് പരിശീലിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ കഴുത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇനി പതിയെ വജ്രാസനത്തിൽ ഇരുന്ന് വിശ്രമിക്കാവുന്നതാണ്. മത്സ്യാസനം ചെയ്യാൻ മലർന്നു കിടക്കുക. കൈകൾ വശങ്ങളിൽ നീട്ടി കമഴ്ത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തുക. ശ്വാസം വിട്ട് തല വളച്ച് തറയിൽ വയ്ക്കുക. ഈ നിലയിൽ 30 മുതൽ 60 സെക്കൻഡ് വരെ സാധാരണ ശ്വാസത്തിൽ നിൽക്കുക. ശ്വാസം എടുത്ത് തല ഉയർത്തുക. ശ്വാസം വിട്ട് തല തറയിൽ വയ്ക്കുക. ശവാസനത്തിൽ വിശ്രമിക്കുക. കഴുത്തിലേക്കുണ്ടാകുന്ന സ്ട്രെച്ചിങ് മൂലം തൈറോയിഡിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ഹോർമോണുകളുടെ അളവ് സന്തുലിതമാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഉഷ്ട്രാസന ചെയ്യുന്നതിനായി വജ്രാസനത്തിൽ ഇരിക്കുക. കാൽമുട്ട് കുത്തി നിവർന്ന് നിൽക്കുക. കാൽമുട്ടുകളും പാദങ്ങളും ഹിപ്പ് ഡിസ്റ്റൻസിൽ വയ്ക്കുക. ശ്വാസം എടുത്ത് നട്ടെല്ല് പുറകിലേക്ക് വളച്ച് കൈപ്പത്തികൾ പാദങ്ങളിൽ വയ്ക്കുക. വയറുഭാഗം പറ്റാവുന്നത്ര മുൻപിലേക്ക് തള്ളണം. അല്പനേരം സ്ഥിതിയിൽ തുടർന്ന ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ക്രമത്തിൽ തിരിച്ചു വരിക. വജ്രാസനത്തിൽ ഇരിക്കുക. കഴുത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഉഷ്ട്രാസന നമ്മുടെ തൈറോയ്ഡ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. പൂർവോത്താനാസന ചെയ്യുന്നതിനായി കാലുകൾ മുന്നിലോട്ട് നീട്ടി നിവർന്നിരിക്കുക. കൈപ്പത്തികൾ ശരീരത്തിന് പുറകിലായി പതിച്ചു വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ച് അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. സാധാരണ രീതിയിൽ ശ്വാസം എടുത്ത് സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. പതിയെ ശരീരം താഴേക്ക് തിരിച്ചു കൊണ്ടുവരിക. ദണ്ഡാസനയിൽ വിശ്രമിക്കുക. പൂർവോത്ഥാനാസന സ്ഥിരമായി പരിശീലിക്കുന്നത് കൊണ്ട് തൈറോയ്ഡ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഓവറോൾ സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി കൂടാനും സഹായിക്കുന്നു. സേതുബന്ധാസന ചെയ്യുന്നതിനായി കാലുകൾ നീട്ടി മലർന്നു കിടക്കുക. കാൽമുട്ടുകൾ മടക്കി അരക്കെട്ടിനോട് ചേർത്ത് വയ്ക്കുക. കൈകൾ കൊണ്ട് കണങ്കാലുകളിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ അരക്കെട്ട് കഴിയുന്നത്ര ഉയർത്തുക. ഈ നിലയിൽ 30 മുതൽ 60 സെക്കൻഡ് വരെ സാധാരണ ശ്വാസം എടുത്തുകൊണ്ട് തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. ശവാസനയിൽ വിശ്രമിക്കുക. സേതുബന്ധാസന നമ്മുടെ കഴുത്തിനെ സ്ട്രെച്ച് ചെയ്ത് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും സ്ട്രെസ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഈ ആസനാസ് എല്ലാം പരിശീലിക്കുന്നതിനോടൊപ്പം തന്നെ കഴുത്തിനെ മുകളിലോട്ടും താഴോട്ടും വശങ്ങളിലേക്കും സ്ട്രെച്ച് ചെയ്യുന്നതും നെക്ക് റൊട്ടേഷൻസ് ചെയ്യുന്നതും നല്ലതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.